ഇത് മിക്കവാറും എൻ്റെ ഒരു 100ാമത്തെ ഫ്ലൈറ്റ് ആയിരിക്കും LA ബാക്ക് ടു ദുബായ് ഞാൻ ചെയ്യുന്നത്. ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ ആദ്യം കിട്ടിയതാണ് മെന്യൂ. സത്യം പറഞ്ഞ് ഇന്നത്തെ ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ച് മണിക്കൂർ ഡിലേ ആയിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് പോകേണ്ട ഫ്ലൈറ്റ് രാത്രിയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മീൽ ഞങ്ങൾക്ക് കിട്ടിയത് ഡിന്നർ ആയിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വെജിറ്റേറിയൻ ഓപ്ഷൻ ആയിരുന്നു എടുത്തിരുന്നത്. എന്താണെന്ന് അറിയത്തില്ല, കുറേ നാള് നോൺ വെജ് കഴിച്ചുകൊണ്ടായിരിക്കാം ഫ്ലൈറ്റിൽ ഞാൻ വിചാരിച്ച് വെജ് ഓപ്ഷൻ എടുക്കാമെന്ന്. മാത്രമല്ല പനീറായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും എടുക്കും. സത്യം പറഞ്ഞ് ഞാൻ ഇത്രയും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീൽ എമിറേറ്റ്സിലാണ് കേട്ടോ കൊടുക്കാറ്. ആ ട്രേ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞ വയറ് നിറയും. ഐ എയ്റ്റ് എ ലോട്ട്. അതിൻ്റെ അകത്ത് ആദ്യം ഒരു സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, പിന്നെ മെയിൻ മീൽ, വാട്ടർ ആൻഡ് സോ മെനി അതർ തിങ്സ്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം ഷുഗറിൻ്റെ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പുഡിങ് കിട്ടാൻ നേരത്ത് ഞാനൊരു ഇച്ചിരി ടേസ്റ്റ് മാത്രം നോക്കി. എന്നിട്ട് അതിനുശേഷം ഞാൻ ആസ് യൂഷ്വൽ ഉറങ്ങാൻ പോയി. ഇത് 1-2 മണിക്കൂറുള്ള ഫ്ലൈറ്റ് അല്ലാത്തത് കൊണ്ടും 16 to 17 hours ഫ്ലൈറ്റ് ആയതുകൊണ്ടും മിക്ക സമയവും ഈ ഫ്ലൈറ്റിൽ ഞാൻ ഉറങ്ങാണ്. ഇതെനിക്ക് ഉറക്കത്തിനിടയിൽ കിട്ടിയ ഒരു സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു സത്യം പറഞ്ഞ സെക്കൻഡ് സർവീസ്. അത് ഒരു വലിയ മീലൊന്നും അല്ല, ജസ്റ്റ് ഒരു സ്മോൾ മീലാണ്. അതിനുശേഷം ഐ തിങ്ക് ഫോർ another 4 hours ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ us to land. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുത്ത മീൽ കിട്ടി. ദിസ് ഇസ് ഓൾസോ എ ഹെവി മീൽ. ഞങ്ങൾക്ക് കിട്ടിയത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിനും ഞാൻ സത്യം പറഞ്ഞ വെജിറ്റേറിയൻ ഓപ്ഷൻ തന്നെയായിരുന്നു എടുത്തിരുന്നത്. ഐ ഹാഡ് ചപ്പാത്തി ആൻഡ് ചന കറി. എല്ലാ വലിയ ട്രീസിലും വരുന്നത് പോലെ തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ട്രീയിലും ഞങ്ങൾക്ക് ഒരു സ്വീറ്റ് ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഓഫ് കോഴ്സ് ഐ ഹാഡ് മൈ കോഫി. കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ us to land and I was so happy that I landed back in Dubai, especially ഈ ഒരു കറന്റ് ടൈമിൽ. മാത്രമല്ല എമിറേറ്റ്സ് ആയിരുന്നു, so I wasn't actually much worried. അത്രയേ ഉള്ളൂ. ബൈ.